നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ വരുന്ന 13-ാം തീയതിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വരുന്ന 13-ന് അവസാനിക്കുന്ന ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ പേര് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് എന്നാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ CV ആണ് അയക്കേണ്ടത്. career@genrobotics.org എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ CV അയക്കുകയാണ്. CV സെലക്ഷൻ വരികയാണ്. പിന്നെ ഇതിലേക്ക് നിയമനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഏജൻസിയോ ഒന്നും ഇടനിലക്കാരോ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. പല ആളുകളും ഇതിലെ തട്ടിപ്പിൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ തന്നെ പല ആളുകളും പല രീതിയിൽ ഫേസ്ബുക്ക് അതുപോലുള്ള ജോബ് ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ട് അവർക്ക് വാട്സപ്പ് ചെയ്യാൻ പറയും. അവരെ എന്നിട്ട് പറയും നിങ്ങൾ അതിൽ നിന്ന് ക്യാഷ് മേടിക്കുന്നുണ്ട്, അതായത് 5000 രൂപയ്ക്ക് ഈ ജോലി നിങ്ങൾക്ക് മേടിച്ചു തരാം. അപ്പോൾ അതുപോലെ അബദ്ധങ്ങളിലൊന്നും ആരും പോയി ചാടരുത്. കാരണം ഇതിനൊന്നും ഇടനിലക്കാരില്ല. ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഇമെയിൽ അഡ്രസ്സിലാണ്. ഇത് ഈ കമ്പനി ജെൻറോബോട്ടിക്സ് എന്ന കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സാണ്. അതിലേക്ക് നിങ്ങൾ ഇമെയിൽ അയക്കണം. വേണ്ട മാത്രം ചെയ്യേണ്ടത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ കൊമേഴ്സിൽ, അതായത് BComലൊരു ഇതുണ്ടായാൽ മതി, ഡിഗ്രി ഉണ്ടായാൽ മതി. പിന്നെ പ്രൊഫഷൻസി ഇൻ ടാലി ആൻഡ് എക്സൽ എന്ന് പറയുന്നുണ്ട്. വേറെ എക്സ്പീരിയൻസ് തരാൻ 0 to 1 year എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സ്പീരിയൻസ് പുതു ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ജോബ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ടെക്നോ പാർക്ക് ഫേസ് 1 തിരുവനന്തപുരത്താണ് നോട്ടിഫിക്കേഷൻ. പിന്നെ നോട്ട് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നത്, ഫോർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പൊസിഷൻ ആൻഡ് സെൻഡ് യുവർ റെസ്യൂം ആൻഡ് ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക്. പിന്നെ സബ്ജക്റ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. AEO01 അക്കൗണ്ട് എക്സിക്യൂട്ടീവ് എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ മെയിൽ ചെയ്യുന്ന സമയത്ത് വേണം. ഇതല്ലെങ്കിൽ അവരത് ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. കാരണം എന്ത് മെയിലാണെന്ന് നോക്കാൻ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ളതാണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അക്കൗണ്ട്സിൻ്റെ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി കുറയാണ്. മോണിറ്ററിങ് ആൻഡ് ഹാൻഡിലിംഗ് ബുക്ക് കീപ്പിംഗ് ആക്ടിവിറ്റീസ് ഡൺ ബൈ ദ ടീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിരന്തരം മോണിറ്റർ ചെയ്യുക, ബുക്ക് കീപ്പിംഗ് കാര്യങ്ങളും. പിന്നെ കളക്ട് ടു ഹാൻഡിൽ ബിൽസ് ആൻഡ് വോച്ചേഴ്സ് അറിയാലോ. അപ്പോൾ നമ്മൾ കമ്പനിയിലേക്ക് വന്ന ബില്ലും വോച്ചേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഷുഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് ഡാറ്റ ഓഫ് എവരി ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ക്ലോസ് കോർഡിനേഷൻ വിത്ത് പർച്ചേസ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻഷുർ റിയൽ ടൈം അക്കൗണ്ടിങ്, പർച്ചേസിങ് കാര്യങ്ങളൊക്കെ പിന്നെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നന്ദി, നമസ്കാരം.